ഹലോ നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ, പൊന്നു ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ പെട്ടെന്നാണ് കണ്ണൻ്റെ കൃപ ഉണ്ടാകുക. ഗുരുവായൂരിൽ പോയി തൊഴുതാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു ഉന്മേഷം നമുക്കുണ്ടാകാറില്ലേ? ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ സ്ത്രീ തന്നെയാണ്. എല്ലാ കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതിരുന്നാൽ, മക്കൾ പഠിപ്പിൽ പിന്നോട്ടു പോയാൽ, ഭർത്താവിന് ജോലിയിൽ പ്രശ്നങ്ങൾ വന്നാൽ, വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതായാൽ, അങ്ങനെ കുടുംബത്തിൽ എന്ത് വന്നാലും സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ നാമം ജപിച്ചാൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാൽ അതിൻ്റെ ഒക്കെ ഗുണം അവൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ മൊത്തം ആളുകൾക്കും ആണ്. സുമംഗലിയായ ഒരു സ്ത്രീ താലി ധരിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെയോ ഭഗവതിയുടെ നടയിൽ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണല്ലോ. പ്രസവിച്ച മക്കൾക്ക് വേണ്ടി ഒരമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത് ഭഗവാൻ കേൾക്കാതിരിക്കുമോ? ഒരു അമ്മയുടെ മഹത്വം, അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി കുടുംബത്തിലെ സ്ത്രീകളെ ലക്ഷ്മി ദേവി ആയിട്ടാണ് പുരാതന കാലങ്ങളിൽ പറയുന്നത്. ഒരു സ്ത്രീ കണ്ണുനീർ കുടുംബത്തിൽ വീണാൽ നാശമുണ്ടാകും. കുടുംബത്തിലെ സ്ത്രീകൾ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും ഭക്ഷണത്തെ ബാധിക്കുമെന്നാണ് പറയാറുള്ളത്. ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന സ്ത്രീക്ക് എല്ലാവിധ ഐശ്വര്യവും ധൈര്യവും സർവ്വ ഐശ്വര്യങ്ങളും ജപിക്കുന്ന ഒരു ശ്രീകൃഷ്ണ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത്. കാലത്തോ വൈകിട്ടോ കുളിച്ച് വിളക്ക് വെച്ചതിന് ശേഷം ശ്രീകൃഷ്ണനെയോ ഗുരുവായൂരപ്പനെയോ മനസ്സിൽ വിചാരിച്ച്, അതുമല്ല നമ്മളുടെ പൊന്നുണ്ണിക്കണ്ണനായി വെണ്ണയുമായി നിൽക്കുന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കുക. മന്ത്രം ഇതാണ്: ഓം ക്രീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമ. ഈ മന്ത്രം 18 തവണ ജപിച്ചാൽ ഒരു വരം കിട്ടുന്നത് പോലെ തന്നെ സർവാഭിഷ്ട സിദ്ധി തന്നെ ഭഗവാൻ തരും. വിദ്യയ്ക്കും നന്മയ്ക്കും സാമ്പത്തിക ഐശ്വര്യത്തിനും എല്ലാം ഉണ്ടാകാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചാൽ എത്രയും വേഗം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ്. ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്ന നിവേദ്യം പോലെ ഇത് നിത്യവും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കൂ. ശത്രുദോഷം, സാമ്പത്തികം, അസുഖങ്ങൾ, വിവാഹ തടസ്സം ഇതെല്ലാം നീക്കി ഭഗവാൻ നിങ്ങൾക്ക് സൗഖ്യവും സംരക്ഷണവും നൽകാൻ ഇത് ജപിക്കുന്നത് വളരെ ശക്തമായ മന്ത്രം കൂടിയാണിത്. ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പുരുഷന്മാർക്കും കുട്ടികൾക്കും കൂടി ജപിക്കാവുന്നതാണ്. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നാമം ജപിക്കുമ്പോൾ ഈ മന്ത്രം കൂടി ഉൾപ്പെടുത്തി നാമം ജപിക്കുക. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും നിങ്ങൾക്ക് എപ്പം തുണയായിരിക്കട്ടെ.